ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 3 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനും പിന്നെ അതേപോലെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സൊക്കെ കണ്ടു, അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് വാട്ട് ആർ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ ഷോസ് ദ ഫോളോയിങ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റ് അതിൻ്റെ തനതായിട്ടുള്ള പ്രത്യേകതകൾ ഇതൊക്കെയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റ് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ഡിപ്പെൻഡ് മെയിൻലി ഓൺ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇൻവെസ്റ്റേഴ്സ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലാണ് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് കടം വാങ്ങൽ, അതായത് ഇക്വിറ്റി ഷെയർ പോലുള്ള കാര്യങ്ങളിലേക്കല്ല ഇൻവെസ്റ്റേഴ്സിന് താല്പര്യമുള്ളത്, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. ഇപ്പോൾ നമ്മൾ FD എടുക്കുക, ബോണ്ട് എടുക്കുക, ഡിബഞ്ചർ എടുക്കുക, ഇതിലൊക്കെയാണ് കൂടുതൽ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യം. രണ്ടാമത്തെ പോയിന്റ്, ഡിബഞ്ചേഴ്സ് വിച്ച് ആർ ഇഷ്യൂഡ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആർ പെർട്ടിക്കുലർലി കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മൾ കാണുന്ന ഡിബഞ്ചേഴ്സ് മെയിനായിട്ടും കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ് ആണ്. അപ്പോൾ എന്താണ് കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ്? നമ്മൾ കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിബഞ്ചറിനെ ഷെയറുകളാക്കിയിട്ട് മാറ്റാൻ പറ്റുന്നതാണ് കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ്. ഓക്കെ, ഇഷ്യൂസ് ആർ ഫ്ലോട്ടഡ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഫോർ ദി പർപ്പസ് ഓഫ് ടേക്ക് ഓവർ അമാൽഗമേഷൻ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞത് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതും പിന്നെ അത് പർച്ചേസ് ചെയ്യുന്നതൊക്കെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഈ പറയുന്ന പോലെ ടേക്ക് ഓവറിനും അമാൽഗമേഷനും ഒക്കെയാണ്. അതായത് ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ 50% മുകളിൽ ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ ആ കമ്പനി മറ്റേ കമ്പനിയുടെ സബ്സിഡറി ആവും. അപ്പോൾ അതിൻ്റെ പേരാണ് ഈ പറയുന്ന പോലെ ടേക്ക് ഓവർ, അല്ലെങ്കിൽ പിന്നെ അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പനി കൂടി ചേർന്ന് രണ്ട് കമ്പനി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറുകൾ വാങ്ങിയിട്ട് ചേരുന്നതാണ് അമാൽഗമേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഈ പറയുന്ന പോലെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഷെയറിൻ്റെ ഇടപാടുകളൊക്കെ ആയിട്ടാണ് വരുന്നത്, അമാൽഗമേഷനും ടേക്ക് ഓവറൊക്കെ ആയിട്ട്. നാലാമത്തെ പോയിന്റ് പറയുന്നത് അവോയ്ഡൻസ് ഓഫ് അണ്ടർ റൈറ്റിംഗ് ബൈ സം കമ്പനീസ് ടു റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് അവോയ്ഡ് സ്ക്രൂട്ടിനി ബൈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് അണ്ടർ റൈറ്റിങ്ങിന്, അപ്പോൾ അണ്ടർ റൈറ്റിംഗ് എന്താണ്? ഷെയർ നമുക്ക് വിൽക്കാനായിട്ട് സഹായിക്കുന്ന സ്ഥാപനങ്ങളാണ് അണ്ടർ റൈറ്റേഴ്സ്. അപ്പോൾ അവർ നമുക്ക് ഷെയർ വിൽക്കാൻ സഹായിക്കുന്ന പ്രക്രിയയുടെ പേരാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് വെച്ചാൽ. അപ്പോൾ അതിൽ നമ്മൾ അവർക്കൊരു കമ്മീഷൻ കൊടുക്കണം. അപ്പോൾ കമ്മീഷൻ എന്ന് വെച്ചാൽ ചിലവാണ്. അപ്പോൾ അത് പരമാവധി ഇന്ത്യൻ കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്? അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ പോയിന്റ്, ഫാസ്റ്റ് ഗ്രോത്ത് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് സബ്സിഡറീസ് ഓഫ് ബാങ്ക്സ് ഫോർ ഫിനാൻഷ്യൽ സർവീസസ് ലീഡിങ് ലാർജ് ഇമ്മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അതായത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ് പറഞ്ഞ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ, അതേപോലെ ബാങ്കുകളുടെ സബ്സിഡറീസ് ഒക്കെ ഇന്ത്യയിൽ വളരെ വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയാനുള്ളത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സ്കോപ്പും അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസും. ചിലപ്പോൾ സ്കോപ്പ് എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിലും ഈ ഉത്തരം എഴുതുക, ഇമ്പോർട്ടൻസ് എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ ഈ ഉത്തരം എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ ശ്രദ്ധിക്കുക. ആൻ എഫിഷ്യൻറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എസെൻഷ്യൽ പ്രീ റിക്വസിറ്റ് ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ദി ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ഡിസ്കസ്ഡ് ബിലോ. അതായത് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടനയിൽ അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാധനമാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ, ആദ്യം പറയുന്ന പോയിന്റ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. അതായത് നമ്മുടെ സമ്പാദ്യങ്ങളെ മൊബിലൈസ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, മൊബിലൈസ് ചെയ്യാന്ന് വെച്ചാൽ കൂടുതൽ കാശ് ഉള്ളവൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ കാശ് വളരെ അൺഡിസൈറബിൾ ആക്ടിവിറ്റീസിന്, അല്ലെ ഒരു കാര്യമില്ലാതെ വെറുതെ വെക്കുന്ന ആ കയ്യിൽ നിന്ന് ഡിസൈറബിൾ ആക്ടിവിറ്റി ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കാശ് കൃത്യമായി വിനിയോഗിക്കാൻ സാധിക്കുന്ന വ്യക്തികളുടെ അടുത്തേക്ക് സേവിങ്സിൻ്റെ മൊബിലൈസേഷൻ നടക്കും. മൊബിലൈസേഷൻ മീൻസ് അതിൻ്റെ ഒഴുക്ക് കൃത്യമായ ദിശയിലേക്ക് നടക്കുമെന്നതാണ് ആദ്യത്തെ പോയിന്റ് സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ദർ വിൽ ബി ക്യാപിറ്റൽ ഫോർമേഷൻ. ക്യാപിറ്റൽ ഫോർമേഷൻ ക്യാപിറ്റൽ എന്താണ്? ഈ ക്യാപിറ്റൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ വരുന്നത് എന്ന് വെച്ചാൽ, ബിസിനസ്സിന് ആവശ്യമായ ഫണ്ടിൻ്റെ പേരാണ് ക്യാപിറ്റൽ, അല്ലേ? ബിസിനസ്സിന് നമ്മളൊരു ഫണ്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റീവായ കാര്യത്തിനാണ് വിനിയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ കൂടുതലായിട്ട് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ എക്കണോമിക് ഗ്രോത്തും വരും. ക്യാപിറ്റൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ
അപ്പോൾ സ്വതവേ നമുക്കറിയാം മുതൽ മുടക്ക് കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ബിസിനസ്സിൻ്റെ ക്വാളിറ്റി അതേപോലെ നമ്മുടെ പ്രോഫിറ്റബിലിറ്റീൻ്റെ അളവൊക്കെ വളരെ വർദ്ധിക്കും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എന്താണ്? സേവിങ്സ് കൃത്യമായിട്ട് ബിസിനസ് ആക്ടിവിറ്റീസിലേക്ക് മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ എന്താണ്? കൂടുതലായിട്ട് വളരും. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഓഫേഴ്സ് ഇൻസെൻറ്റീവ്സ്. വളരെയധികം ഇൻസെൻറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അതിൽ നിന്ന് എന്താണ് നമ്മൾ പൈസ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ബിസിനസ് നടത്തുമ്പോഴൊക്കെ ദർ ആർ സോ മെനി ഇൻസെൻറ്റീവ്സ്. ഒരുപാട് നമുക്ക് ഗുണങ്ങളുണ്ട് അതിനെ കൊണ്ട്. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? എക്കണോമിക് ഡെവലപ്മെന്റ് ഇസ് ദർ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോയിന്റിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. ദർ ഈസ് എക്കണോമിക് ഡെവലപ്മെന്റ്. സാമ്പത്തികമായ വളർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി ക്യാപിറ്റൽ ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റ് അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് ഇൻ്റഗ്രേറ്റ്സ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിനെ നമ്മൾ ഡിഫറെൻറ്റ് പാർട്സിനെ കണ്ടതാണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ. അതിനൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ. ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സംയോജിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. വാട്ട് ഡു യു മീൻ ബൈ ന്യൂ ഇഷ്യൂ മാർക്കറ്റ്? എന്താണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, പ്രൈമറി മാർക്കറ്റ് എന്നൊരു പേരും കൂടി ഇതിന് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് നോക്കാം. പ്രൈമറി മാർക്കറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ആസ് ഇൻ ദിസ് മാർക്കറ്റ് സെക്യൂരിറ്റീസ് ആർ സോൾഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ നമ്മൾ പ്രൈമറി മാർക്കറ്റിൽ നമ്മൾ IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നൊരു പേര് നമ്മൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ടൊരു ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് അധികം ഒരു പുതിയ കമ്പനിയൊക്കെ വരുമ്പോഴാണ് പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുക. നിലവിലുള്ള കമ്പനീസും ചിലപ്പോൾ എന്താണ് അവരുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാപിറ്റലിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പുതിയ ഷെയറുകളും ഇഷ്യൂ ചെയ്യും. അപ്പോൾ ആദ്യമായിട്ടൊരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ IPO എന്ന് പറയുക. അപ്പോൾ അത്തരം ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റിൻ്റെ പേരാണ് പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ഫ്രഷ് ഇഷ്യൂ മാർക്കറ്റ് എന്ന് വെച്ചാൽ. ന്യൂ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ഫ്രം ദ കമ്പനി. Primary capital market directly contributes in capital formation because in primary market companies goes directly to investors and utilizes these funds for investment in buildings, plants and machinery. അപ്പോൾ ക്യാപിറ്റൽ ഫോർമേഷൻ അധികവും നടക്കുന്നത് പ്രൈമറി മാർക്കറ്റിലാണ്. അപ്പോൾ പുതുതായിട്ട് ഷെയറുകൾ ഇറക്കിക്കൊണ്ട് അതിൻ്റെ ക്യാപിറ്റലിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ അളവ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് കമ്പനി അധികം ശ്രദ്ധിക്കുക പ്രൈമറി മാർക്കറ്റിൽ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ്. അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കാം. പ്രൈമറി മാർക്കറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഫിനാൻസ് ഇൻ ദ ഫോം ഓഫ് ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിക്കോസ് വെൻ ലോൺ ഈസ് ഇഷ്യൂഡ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇറ്റ് ഇംപ്ലൈസ് കൺവേർട്ടിംഗ് പ്രൈവറ്റ് ക്യാപിറ്റൽ ഇൻറ്റു പബ്ലിക് ക്യാപിറ്റൽ ആൻഡ് ദിസ് പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് പ്രൈവറ്റ് ക്യാപിറ്റൽ ഇൻറ്റു പബ്ലിക് ക്യാപിറ്റൽ ഇസ് കോൾഡ് ഗോയിങ് പബ്ലിക്. ഓക്കെ, അതായത് ഇപ്പോൾ ലോൺ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും അതിനെ നമ്മൾ ഈ പ്രൈമറി മാർക്കറ്റിലേക്ക് കൊള്ളിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ ഗോയിങ് പബ്ലിക് എന്നാണ് ആ ഒരു പ്രോസസ്സിനെ, അതായത് ഒരു ലോണ് നമ്മൾ പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് പ്രൈവറ്റ് ക്യാപിറ്റലിനെ നമ്മൾ പബ്ലിക് ആക്കുക ചെയ്യുന്നത്. ഒരു സ്വകാര്യ വ്യക്തി നമ്മളിലേക്ക് തന്ന നിക്ഷേപം, ഒരു ബാങ്കിലേക്ക് തന്ന നിക്ഷേപം, അതാണ് അയാൾ ലോണായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഗോയിങ് പബ്ലിക് എന്നാണ് പറയുക. അത് നമ്മുടെ പ്രൈമറി മാർക്കറ്റായിട്ട് ബന്ധമുള്ള കാര്യമല്ല. The common securities issued in primary market are equity shares, debentures, bonds, preference shares and other innovative securities. അപ്പോൾ ഇക്വിറ്റി ഷെയർ, ഡിബഞ്ചർ, ബോണ്ട്, സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞ സാധനമാണ്. അത് ഇനീഷ്യലി നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോഴാണ് അതിനെ നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന സാധനത്തെയാണ് നമ്മൾ പ്രധാനമായിട്ടും പ്രൈമറി മാർക്കറ്റിൽ ഉൾക്കൊള്ളിക്കുന്നത്. ലോണുകളൊന്നും പ്രൈമറി മാർക്കറ്റിൽ ഉൾക്കൊള്ളിക്കുന്നതല്ല. പിന്നെ ഇന്നോവേറ്റീവ് സെക്യൂരിറ്റീസ് പറഞ്ഞ മ്യൂച്വൽ ഫണ്ട്, യൂണിറ്റ്സ്, ഈ വക കാര്യങ്ങളൊക്കെയാണ് പ്രൈമറി മാർക്കറ്റിൽ പ്രധാനമായിട്ടും വരിക. ഇനി അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ഓർ പ്രൈമറി മാർക്കറ്റ്? പ്രൈമറി മാർക്കറ്റിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ദി മെയിൻ ഫംഗ്ഷൻ ഓഫ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ഇസ് ടു ഫെസിലിറ്റേറ്റ് ദി ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് ഫ്രം സേവേഴ്സ് ടു യൂസേഴ്സ്. മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആണ് ഇവിടെ പറയുന്നത്. അതായത് സേവേഴ്സ്, പൈസ നിക്ഷേപിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ എന്താണ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് റിസോഴ്സുകൾ അല്ലെങ്കിൽ കാശ് കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് പ്രൈമറി മാർക്കറ്റിൻ്റെ പ്രഥമമായ ഉദ്ദേശം എന്നാണ് പറയുന്നത്, അതിൻ്റെ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. കോൺസെപ്ച്വലി ഹവർ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ഷുഡ് നോട്ട് ബി കൺസീവ്ഡ് ആസ് എ പ്ലാറ്റ്ഫോം ഓൺലി ഫോർ ദി പർപ്പസ് ഓഫ് റേസിംഗ് ഫിനാൻസ് ഫോർ ന്യൂ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ വെറും പുതിയൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫണ്ട് എടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സംവിധാനമല്ല നമ്മുടെ പ്രൈമറി മാർക്കറ്റ് എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രധാനമായിട്ടും അതാണ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ വെറും ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല ഇത് പ്രൈമറി മാർക്കറ്റ് നിലകൊള്ളുന്നത് എന്നാണ് പറയുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മുടെ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിൻ്റെ ഫംഗ്ഷൻസിൽ ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ഒറിജിനേഷൻ ആണ്. അപ്പോൾ എന്താണ് ഒറിജിനേഷൻ എന്ന് നോക്കാം. ഒറിജിനേഷൻ റെഫേഴ്സ് ടു ദ വർക്ക് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് അനാലിസിസ്. ഇതാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട വേർഡ്സ്. ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ന്യൂ പ്രപ്പോസൽസ്. പുതിയ പ്രപ്പോസൽസ്, അതായത് പുതിയ ഇഷ്യൂ ഒക്കെ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ കൃത്യമായ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. കൃത്യമായ ഒരു പഠനം നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അത് ന്യൂ ഇഷ്യൂ ഒക്കെ ചെയ്യുന്ന നേരത്തെ അത് സക്സസ്ഫുൾ ആക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ദിസ് ഇൻ ടേൺ മേം. അപ്പോൾ ഇതിനെക്കൊണ്ട് എന്താ വിശദമായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ 2 പോയിന്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ അണ്ടർടേക്കൺ ബൈ ദ സ്പോൺസേഴ്സ് സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഓഫ് ദ ഇഷ്യൂ. അതായത് നമ്മുടെ സ്പോൺസേഴ്സ്, നമ്മുടെ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്പോൺസേഴ്സ് ഉണ്ടാവും. അവർ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് വേണ്ടി ചെയ്തു തരും. അതേപോലെ സർവീസസ് ഓഫ് ആൻ അഡ്വൈസറി നേച്ചർ വിച്ച് ഗോ ടു ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ്. അതായത് നമ്മൾ കൃത്യമായ അഡ്വൈസ് ബാങ്കുകളിൽ നിന്നോ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ കൃത്യമായിട്ടുള്ള അഡ്വൈസുകൾ നമ്മൾ തേടുകയും വേണം, കമ്പനീൻ്റെ ഒക്കെ കേസിൽ പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ 2 സംഗതി കൂടി ചേർന്നിട്ടാണ് ഒറിജിനേഷനിൽ വരുന്നത്. പ്രധാനമായിട്ട് ഒറിജിനേഷൻ എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ ആണ്. നമ്മൾ കൃത്യമായൊരു പഠനം നടത്തുക എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ആദ്യത്തെ ഫംഗ്ഷനായിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ ശ്രദ്ധിക്കാം. അണ്ടർ റൈറ്റിംഗ് ആണ്. അപ്പോൾ അണ്ടർ റൈറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഇതിന് മുൻപ് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദി ഐഡിയ ഓഫ് അണ്ടർ റൈറ്റിംഗ് ഒറിജിനേറ്റഡ് ഓൺ അക്കൗണ്ട് ഓഫ് അൺസർട്ടനിറ്റീസ് പ്രിവെയിലിംഗ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് സക്സസ് ഓഫ് ദി ഇഷ്യൂ ബിക്കംസ് അൺപ്രഡിക്റ്റബിൾ. അപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് എപ്പോഴും കൃത്യമായിട്ട് നമുക്കറിയാം ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ ഒക്കെ നമുക്ക് നിലനിർത്തണം. എന്നെങ്കിൽ മാത്രമേ നമ്മൾ ഇഷ്യൂ ചെയ്തെങ്കിൽ അത് നമുക്ക് അത് ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്ക് അണ്ടർ റൈറ്റേഴ്സിൻ്റെ സഹായം തേടേണ്ടി വരും. അപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് ഷെയറുകൾ വാങ്ങിയിട്ട് ഒന്നുകിൽ അവർക്ക് അറിയുന്ന ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അവർ തന്നെ അത് വാങ്ങി വെക്കുകയും ചെയ്യും. അപ്പോൾ ബാങ്കുകളൊക്കെയാണ് അധികം അണ്ടർ റൈറ്റേഴ്സ് ആയിട്ട് മാറാറുള്ളത്. അപ്പോൾ അണ്ടർ റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഉറപ്പ് തരാണ്, നിങ്ങൾ ഇത്രയും ശതമാനം ഷെയറുകൾ എന്തായാലും വിറ്റ് തരാമെന്ന് ഉറപ്പ് തരാണ്. അപ്പോൾ ആ ഒരു അൺസർട്ടനിറ്റി ഒഴിവാക്കാനാണ് അണ്ടർ റൈറ്റേഴ്സ് സഹായിക്കുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അണ്ടർ റൈറ്റിംഗ് ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഫംഗ്ഷൻ നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ ആണ് മൂന്നാമത്തെ ഫംഗ്ഷനായിട്ട് വരുന്നത്. ഓക്കെ, ദി സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ടു ദി അൾട്ടിമേറ്റ് ഇൻവെസ്റ്റേഴ്സ് ഈസ് റെഫേർഡ് ടു ആസ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് കൃത്യമായിട്ട് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് അൾട്ടിമേറ്റ് ഇൻവെസ്റ്റേഴ്സിന്. ഇപ്പോൾ അൾട്ടിമേറ്റ് ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ശരിക്കും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അണ്ടർ റൈറ്റർ ഒന്നും അൾട്ടിമേറ്റ് ഇൻവെസ്റ്റർ അല്ല. ഇപ്പോൾ നമ്മളെ പോലെ സാധാരണക്കാർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു അൾട്ടിമേറ്റ് ഇൻവെസ്റ്ററായി മാറുന്നത്. ഒരു വ്യക്തി വന്നിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് അൾട്ടിമേറ്റ് ഇൻവെസ്റ്റർ ആകുന്നത്. അപ്പോൾ അയാൾ അതിൻ്റെ റിട്ടേൺ ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ ആഗ്രഹിച്ചിട്ടോ വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാളിലേക്ക് എത്തുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആസ് എ സ്പെഷ്യലൈസ്ഡ് ജോബ് വിച്ച് ക്യാൻ ബി പെർഫോംഡ് ബൈ ബ്രോക്കേഴ്സ് ആൻഡ് ഡീലേഴ്സ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരുപാട് ഷെയർ ബ്രോക്കേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു പറയുകയാണെങ്കിൽ ഇപ്പോൾ ആപ്പുകളൊക്കെ വെച്ചിട്ട് ഷെയർ ബ്രോക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്രോ ആപ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും എഡ്വൈസോ അങ്ങനെ ഏതെങ്കിലും ഒരുപാട് ആപ്പുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ആരെയാണ്? അവരൊക്കെ ബ്രോക്കേഴ്സാണ്. അപ്പോൾ ഇവർക്കൊക്കെ നമ്മളിപ്പോൾ ഒരു ഷെയർ വാങ്ങിയിട്ട് അതിന് നമുക്ക് നമ്മൾ അവർക്കൊരു ബ്രോക്കറേജ്, ഒരു കമ്മീഷനൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ആ ഷെയറിൽ നിന്ന് ചിലപ്പോൾ ക്യാപിറ്റൽ ഗെയിനോ അല്ലെങ്കിൽ റിട്ടേൺസ് മറ്റേതെങ്കിലും ഡിവിഡൻ്റ് ആയിട്ടൊക്കെ കിട്ടുന്ന നേരത്തൊക്കെ അവർ ചെറിയൊരു പെർസെൻറ്റേജ് കമ്മീഷൻ അവരെടുക്കും. ഓക്കെ, അപ്പോൾ ഇവരുടെ പണിയാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഷെയർ കൃത്യമായിട്ട് അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ പണി എന്ന് വെച്ചാൽ. ഹു മെയിൻറ്റെയിൻ റെഗുലർ ആൻഡ് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് അൾട്ടിമേറ്റ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇവരൊക്കെ തന്നെ ഇവരെയൊക്കെ സമീപിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താലൊക്കെ ചിലപ്പോൾ ഇവർ ഡയറക്റ്റായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യും. ഈ പറയുന്ന ആപ്പിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രോക്കേഴ്സ് അവരുടെ ഈ പറയുന്ന പോലെ ഈ കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ കൃത്യമായി കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും തരും. നമ്മളെ പിന്നെ അവർ പ്രേരിപ്പിക്കും ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സിന്, ഷെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ കൃത്യമായിട്ട് അവർ പ്രേരിപ്പിക്കും. ഓക്കെ, the ability of new issue market to cope with growing requirements of the expanding corporate sector would depend on this triple service function. അപ്പോൾ നമ്മുടെ ന്യൂ ഇഷ്യൂ മാർക്കറ്റിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഈ 3 ഫങ്ഷൻസ് ആണ്, ഈ ട്രിപ്പിൾ ഫങ്ഷൻസ് ആണ്. ഓക്കെ.